ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ അനാമികയുടെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി തന്നെ ലഭിക്കുകയാണ് കേട്ടോ. അതായത് പ്രേക്ഷകരായി നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കാണും. ഒരു ദിവസം അനാമിക അനിയുടെ ഫോട്ടോ നോക്കി നിൽക്കുന്നത്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് അച്ഛൻ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. അച്ഛൻ ഏകദേശം മനസ്സിലായ മട്ടിലാണ് പിന്നെ സംസാരിക്കുന്നത്. അതായത് പ്രേക്ഷകർക്ക് മറന്നുപോയെങ്കിൽ ഞാൻ ഒരു വട്ടം കൂടി പറയാം. വേണു ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ ഈ പ്രണയമൊക്കെ കൊള്ളാം, പക്ഷേ മോൾ ഒരാളെ സ്നേഹിച്ചാൽ അത്രമേൽ സ്നേഹിക്കുമെന്നറിയാം. അയാൾക്ക് തിരിച്ചും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ഇതിനു മുൻപും അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ മോളെ? മോള് പിന്നെ അതിൽ നിന്ന് കരകയറാൻ ഒരുപാട് സമയമെടുത്തതാ. അതുകൊണ്ട് മോള് നന്നായിട്ട് ചിന്തിച്ചിട്ടായിരിക്കണം ഒരാളെ പ്രണയിക്കേണ്ടത്. മോൾക്ക് അയാളോട് മാത്രം പ്രണയം ഉണ്ടായാൽ പോരാ, അയാൾക്ക് മോളോടും തിരിച്ചങ്ങനെ വേണം. അത് മാത്രമേ നിലനിൽക്കൂ. എന്നാൽ വേണുവിൻ്റെ ഈ സംസാരമൊക്കെ ഭയങ്കര ബോൾഡായിട്ടൊക്കെയാണ് നമുക്ക് തോന്നിയത്. ഇയാൾ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ അനാമികയ്ക്ക് മുൻപൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയ നായകൻ തന്നെ വീണ്ടും അനാമികയുടെ ജീവിതത്തിൽ ഒരു കരടായി വരികയാണ്. ഓക്കെ, ഇനി ഒരുപാട് വലിച്ചു നീട്ടി ചടപ്പിക്കുന്നില്ല, നമുക്ക് എന്തായാലും എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമിക മുറിയിൽ വെച്ച് നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അനാമികയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യാണ്. അങ്ങനെ അനാമിക പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. ഇതറിയാത്ത നമ്പറാണല്ലോ. എന്തൊക്കെയായാലും അനാമിക ഫോൺ എടുക്കാണ് കേട്ടോ. ഹലോ അനാമിക. ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ അനാമിക പെട്ടെന്നൊന്ന് ഇടറി പോവാട്ടോ. അതേസമയം അനാമികയുടെ പഴയ കാമുകന്റെ രൂപം കാണിക്കുന്നുണ്ട്. അതായത് അയാളെ മുഴുവനായിട്ട് കാണിക്കുന്നില്ല, പുറകുവശം മാത്രം അയാൾ ഫോൺ ചെയ്യുന്നതായിട്ട് കാണിക്കാട്ടോ. ഹലോ അനാമിക. ഹലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും ഇങ്ങോട്ട് മിണ്ടുന്നില്ലല്ലോ. അതെ, ഞാൻ തന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി വിളിച്ചതാ. അതേസമയം അനാമികയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അനാമിക ആകെ വിളർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഈശ്വര, എന്തിനിപ്പോൾ ഇവൻ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഇവനുമായിട്ടുള്ളതെല്ലാം തീർത്തതല്ലേ, പിന്നെ എന്തിനാ ഇവൻ വീണ്ടും ശല്യം ചെയ്യുന്നത്? എന്തായാലും അനാമിക തിരിച്ചൊരു മറുപടി കൊടുക്കുന്നുണ്ട്. നീ ഇപ്പൊ എന്തിനാ എന്നെ വിളിക്കുന്നേ? ഓ, അടഞ്ഞു കിടന്ന ശബ്ദം പുറത്തേക്ക് വന്നല്ലോ. അല്ല, ഈ ശബ്ദത്തിൽ എന്തോ ഒരു ഫോഴ്സ് കാണുന്നുണ്ടല്ലോ. വരുൺ പ്ലീസ്, ഞാനിപ്പോൾ നല്ല രീതിയിലാണ് ജീവിച്ചു പോകുന്നത്. നീ എന്തിനാ വീണ്ടും എന്നെ ശല്യം ചെയ്യുന്നത്? അനാമികയെ, താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം, തന്നെ ഒന്ന് ഒറ്റയ്ക്ക് കണ്ടിട്ട്. വരുൺ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നീ ഇങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറയുമ്പോൾ എനിക്കങ്ങ് വരാൻ പറ്റുമോ? വരണം, എനിക്കിപ്പം നിന്നെ കണ്ടേ പറ്റൂ. വരുൺ പ്ലീസ്, നീയും ഞാനും തമ്മിലുള്ളതൊക്കെ അന്ന് അവിടെ വെച്ച് തീർത്തതല്ലേ. ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? അനാമികെ, അന്നത്തെ നിന്റെ ഒറ്റ വാശി കൊണ്ടാണ് എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. എന്നാൽ ഞാൻ ഒരുപാട് നിന്നെ മറക്കാൻ ശ്രമിച്ചു, പക്ഷേ നീ എൻ്റെ ഉള്ളിൽ കടന്നുപോയി. ഇനി എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദേ വരുൺ, നീ പഴയ പോലെ വിളിക്കുമ്പോൾ ഓടിപ്പാൻ എത്താൻ പറ്റിയൊരു സന്ദർഭത്തിലല്ല ഇപ്പോൾ ഞാൻ. എനിക്കറിയാം നീ എന്നെ ചതിച്ചില്ലേ. നിന്റെ കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ എങ്ങനെ ചതിച്ചെന്നാ വരുൺ നീ പറയുന്നത്? ഞാനും നീയും തമ്മിൽ പിരിഞ്ഞതിന് ശേഷമല്ലേ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിച്ചത്? മതി നിർത്ത്. നീ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ശരിയാ. നിനക്ക് ഏത് സമയം കറങ്ങണം, അവിടെ പോകണം, ഇവിടെ പോകണം, കണ്ട ഷോപ്പിംഗ് മോളിൽ കയറി അതെടുക്കണം ഇതെടുക്കണം, ഇതിനെല്ലാം ഞാൻ നിന്റെ കൂടെ നിന്നിട്ടില്ലേ? അവസാനം നീ എന്നെ യൂസ് ചെയ്യുന്നു തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ നിന്നും പിൻവലിഞ്ഞത്, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല. ദേ വരുൺ, നീ കൂടുതൽ പറയൊന്നും വേണ്ട. നീ മറ്റൊരു പെൺകുട്ടിയായിട്ട് ഡേറ്റിന് പോയതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതാ, അപ്പം നീയും അത് ചെയ്തിട്ടില്ലേ? വരുൺ, ഇപ്പം എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമല്ല. ഞാനിപ്പോൾ ഈ നാട്ടിൽ അറിയപ്പെടുന്ന അനന്തപുരിയിലെ മൂർത്തി സാറുടെ കൊച്ചു മരുമകളാ. ദേ, എന്നെ തൊട്ട് കളിച്ചാലേ ഇവിടെ പലതും സംഭവിക്കും. ദേ, ഒന്ന് നിർത്തിയേ. എൻ്റെ സ്വഭാവം വെറുതെ കേടാക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. ഒന്നെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരിക, അല്ലെങ്കിൽ നീ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരും. നിനക്കേതാ ബെറ്റർ ചോയ്സ്, അത് പറഞ്ഞാൽ മതി. ദേ, ഞാനിപ്പോൾ ആരാണെന്ന് നിനക്കറിയാലോ. നീ ആരായാലും എനിക്കെന്താ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ പറഞ്ഞ ആളൊന്നും അല്ലായിരുന്നല്ലോ. കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ നിനക്കിപ്പോൾ പറഞ്ഞ അധികാരം കിട്ടിയത്. പിന്നെ നീ വലിയ ഷോയൊന്നും ഇറക്കണ്ട. നിന്റെ ഭർത്താവിന് നിന്നോട് താല്പര്യമില്ല എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ദേ വരുൺ, നീ ഇപ്പം എൻ്റെ മുന്നിലുണ്ടായിരുന്നെങ്കിലേ നിന്റെ കരണം പുകച്ച് ഞാനൊന്ന് തന്നേനെ. ഒന്ന് പോപ്പെണ്ണേ, ചുമ്മാ ഡയലോഗ് അടിച്ച് വെറുതെ സമയം കളയാതെ. ഞാൻ പറഞ്ഞ കാര്യം നടക്കുകയില്ലോ, അത് പറ. എനിക്ക് പറ്റത്തില്ല. ഞാനിപ്പോഴേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുക. നല്ലൊരു കുടുംബിനിയായാ ജീവിക്കുന്നത്. വെറുതെ എൻ്റെ ജീവിതം തകർക്കല്ലേ വരുൺ, പ്ലീസ്. ശരി, നിനക്ക് ഞാൻ പറഞ്ഞോടത്ത് വരാൻ പറ്റില്ല. നീ ആണെങ്കിൽ ഒരു സ്ഥലം പറയുന്നുമില്ല. എങ്കിൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയത് നേരെ അനന്തപുരിയിലോട്ട് വരിക എന്നുള്ളതാ. ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് കയറി വരാം. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഗേറ്റിന് വെളിയിൽ നിൽക്കാം. നീ അങ്ങോട്ട് വന്നാലും മതി. എന്ത്? അങ്ങോട്ടൊന്നും വരണ്ട. ദേ വരുൺ, നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഞാൻ നിന്നോട് സംസാരിക്കുന്ന പുറമെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പരത്തു. അതിനൊരു നല്ല മാർഗമാണ് പറഞ്ഞത് ഞാൻ, പുറത്തോട്ട് വരാൻ. ശരി, എവിടേക്കാ വരേണ്ടത്? നീയൊരു സ്ഥലം പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അല്ല നമ്മൾ ആദ്യമൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ സ്ഥലത്തോട്ട് പോയാലോ? ആ പരാമിക്ക് പറയുന്നുണ്ട്, അവിടെ വെച്ച് തന്നെ കാണാം. എങ്കിൽ പിന്നെ സമയം കൂടി പറ. എന്തിനാ സമയം പറയുന്നത്? ഞാൻ ഇപ്പം തന്നെ മാറ്റി ഒരുക്കി അങ്ങോട്ട് വരാം. നീ പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ നോക്ക്. അതെ, നീ അനന്തപുരിന്ന് എങ്ങനെയാ വരുന്നത്? കാലുണ്ട്, അല്ലാതെ പിന്നെ കൈകൊണ്ട് നടന്നു വരാൻ പറ്റത്തില്ലല്ലോ.
ഓ, നിനക്കിപ്പോൾ എന്താടാ വേണ്ടത്? അതെ, വല്ല ടാക്സിയും വിളിച്ച് വരാനാണെങ്കിൽ ഞാൻ അതിലൂടെ പോകുന്നുണ്ട്. എൻ്റെ പിറകെ കയറിക്കൊന്ന് പറയാനാ? ദേ, എനിക്ക് നിന്റെ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞ് എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്കണം. വിട്ടേക്കാമേ. അപ്പൊ തന്നെ അനാമിക ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അനിയുടെ ഫ്രണ്ട്സിനെയും നന്ദുവിനെയാണ് കേട്ടോ. അവരെല്ലാവരും കൂടി ഇങ്ങനെ ജംഗ്ഷനിൽ ഒരു ജോലിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ പറഞ്ഞ വരുൺ എന്ന അനാമികയുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. നന്ദു ഒക്കെ സ്ഥിരം വരാറുള്ള ഒരു ഹോട്ടലുണ്ടല്ലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു കുഞ്ഞു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലേക്കാണ് കേട്ടോ ഇയാൾ കടന്നു പോകുന്നത്. അതേസമയം തന്നെ അനാമിക അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ അനാമിക വരുണിന് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ വരുൺ, നീ ഇതെവിടെയാ? എടോ, ഒന്ന് ഇങ്ങോട്ടേക്ക് നോക്ക്, ഇങ്ങോട്ട് അകത്തേക്ക് കയറി വാ. അപ്പോൾ അനാമിക ഫോൺ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അനാമികയ്ക്ക് വരുണിനെ കുറച്ച് കാലത്തിന് ശേഷം കാണുന്നതിൻ്റെ ഒരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അനാമികയെ കണ്ട പാടെ തന്നെ വരുണാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്തിനാ വരുൺ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്നാൽ ഈ വരുണാണെന്നുണ്ടെങ്കിൽ അനാമികയുടെ മുഖത്തോട്ട് എന്നെ നോക്കി നിൽക്കാട്ടോ. ഓ, ഇവരെന്താ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ആദ്യമായിട്ട് കാണുന്ന പോലെ. ഛേ, അതെ വരുൺ. ഓ, എന്താ നീ ഇപ്പം എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാനാണോ വിളിച്ചത്? നോക്കി പേടിപ്പിക്കേ? എന്താ ഡാർലിംഗ് ഇത് പറയുന്നത്? ഞാൻ നിന്നെ നോക്കി നിന്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ദേ വരുൺ, ഞാനിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ്. ആ ബോധം നീ അങ്ങ് മറന്നേക്ക്. അല്ല, അനന്തപുരി പോലത്തെ വലിയൊരു വീട്ടിൽ കയറിപ്പറ്റാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ തന്തയും മോളും. ദേ, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി. വെറുതെ എൻ്റെ അച്ഛൻ അതിലേക്ക് വലിച്ചയക്കേണ്ട. അയ്യോ, അവളുടെ ഒരു അച്ഛൻ. എനിക്ക് കുറെ പണം ഉണ്ടെന്ന് കരുതി നീയല്ല എന്നെ കയറി പ്രണയിച്ചത്. അവസാനം നിന്റെ അച്ഛന് എനിക്കൊരു ചൊക്കുമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നിന്നെ വെല്ല എൻ്റെ അടുത്തൊന്ന് ഊരിയെടുത്തുകൊണ്ട് പോയി. അത്യാവശ്യം നല്ല കുടുംബമാണ് ഞങ്ങളുടേത്. ആവശ്യത്തിന് സ്വത്തും പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് അതൊന്നും പോരാ. കൊമ്പത്ത് തന്നെ കയറി പിടിക്കണം. അതിന് അനന്തപുരിയിലെ ഇളയ ചെറുക്കനെ കരുവാക്കി അല്ലേ? വരുൺ, ഇതേക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നില്ല. ഞാൻ പോവാ. ഒന്നിരിക്കും എൻ്റെ ഡാർലിംഗ്. ദേ, നിനക്കെന്നെ നന്നായിട്ട് അറിയാലോ. ചുമ്മാ ഇവിടുന്ന് വെറുതെ ഷോളയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയാലേ ദേ, നിന്റെ ജീവിതത്തിന്റെ തുലാസ് എൻ്റെ കൈകളിലാ. ഞാൻ അതങ്ങെടുത്ത് തൂക്കും. പിന്നെ ദേടി, നീരക്കേ എൻ്റെ കൂടെ ജീവിക്കേണ്ടി വരും. വരുൺ, നിനക്ക് എന്താ വരുൺ? മര്യാദയ്ക്ക് ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് എന്തിനാ നീ വരുന്നത്? നീ എന്നെ സ്നേഹിച്ചു, എനിക്ക് ആവശ്യമില്ലാത്ത ആശകൾ തന്നു. അതെൻ്റെ മാത്രം തെറ്റാണോ? അത് നിന്റെ മാത്രം തെറ്റല്ല, എന്നെയും കൂടി തെറ്റാ. നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളതാ എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. നീ എന്നെ എന്തൊക്കെ പറഞ്ഞ് കബളിപ്പിച്ച് വെച്ചേക്കുന്നത്? ഹോ, കൊമ്പത്തെ കുടുംബമാണത്രേ, ഏതോ ഒരു നാട്ടുംപുറംകാര്. ഓ, നീയപ്പോ ഒരാളെ പണവും പത്രാസും നോക്കിയിട്ടാണല്ലേ പ്രണയിക്കുന്നത്? അതേന്ന് കൂട്ടിക്കോ. അല്ല, നീ പറഞ്ഞല്ലോ നീ ഇപ്പോൾ ഈ അനിയെ വിവാഹം കഴിച്ചത് പ്രണയിച്ചിട്ടാണെന്ന്. അയാൾക്ക് തന്നോട് അങ്ങനെയുള്ള ഒരു ഇഷ്ടമില്ലല്ലോടൂ. ദേ വരുൺ, നീ വെറുതെ അനിയെ കണ്ട ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കരുത്. ഞാൻ എങ്ങനെ സംസാരിച്ചു വന്നല്ല. ഈ പറഞ്ഞ അനിരുദ്ധിൻ്റെ ഒരു കൂട്ടുകാരനെ എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട്. അയാൾ വഴി കിട്ടിയതാ. എന്ന് വെച്ചാൽ നീ അവനെ പണത്തിന് വേണ്ടി മാത്രമാണ് കൊണ്ടു നടക്കുന്നത്. അവൻക്ക് നിന്നോടാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദുവിനെയും ഫ്രണ്ട്സിനെയും കാണിക്കുന്നത്. അവർ സീരിയസ് ആയിട്ട് ചില ബിസിനസ് കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നന്ദുവിൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, ദേ നന്ദു, ദേ ആ കാണുന്ന പെൺകുട്ടിയെ നോക്കിയേ, കണ്ടിട്ട് അനിരുദ്ധിൻ്റെ വൈഫിനെ പോലെ. അപ്പം നന്ദു പറയുന്നുണ്ട്, അതെ, ഇത് നമ്മുടെ അനാമികയല്ലേ? അതെ, അനാമിക തന്നെ. അല്ല, കൂടെ അനിരുദ്ധാണോ? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഏയ് അത് അനിയല്ല. ശരിയടാ, അത് നമ്മുടെ അനിയല്ല. പിന്നെ അവളുടെ കൂടെ ഇരിക്കുന്നത് ആരാ? അവളുടെ വല്ല ഫ്രണ്ട്സ് ആയിരിക്കോ? അറിയില്ല, പക്ഷേ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നാണ് നന്ദു തോന്നുന്നത്. ഏയ്, അവളേതോ ഫ്രണ്ട്സിനോട് സംസാരിക്കായിരിക്കും. എന്നാലും നന്ദു, ഇതെങ്ങനെ വിടാൻ പറ്റുമോ? നീയും അനിയും തമ്മിൽ സംസാരിക്കുമ്പോൾ അവൾ എന്തൊക്കെ കെട്ടുകഥകളാണ് ഉണ്ടാക്കിയത്. അപ്പം വേറൊരുത്തർ ചോദിക്കുന്നുണ്ട്, പക്ഷേ അവളുടെ ആരെങ്കിലും ആണെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? അപ്പം നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ ഈ ടോപ്പിക് ഒന്ന് അവസാനിപ്പിക്കുന്നുണ്ടോ? അവൾ ഏതെങ്കിലും ഫ്രണ്ടിനോട് സംസാരിക്കായിരിക്കും. അപ്പം വേറൊരുത്തൻ പറയുന്നുണ്ട്, എന്നാലും നന്ദു, ഒരു പയ്യനെ കാണാൻ പോകുമ്പോൾ അതും ഇങ്ങനെയൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ അത് അനിയോട് പറഞ്ഞിട്ടായിരിക്കുമല്ലോ. നമുക്ക് അനിയൊന്ന് വിളിച്ച് ചോദിക്കാം. എടാ, അത് വേണം നന്ദു. അതും പറഞ്ഞ് അവർ അനിയെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ അനി. ആ, എന്താടാ? എടാ, നീ ഇപ്പം തിരക്കിലാണോ? എടാ, ഞാൻ കുറച്ച് തിരക്കിലാ. ഓഫീസിലെ ചില കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ആണോ? എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ, പറയടാ. അതെ, എൻ്റെ കൂടെ നന്ദുവും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ആഹാ, എന്താടാ, എന്തെങ്കിലും പാർട്ടി ഉണ്ടോ? അതൊന്നുമല്ല, നിന്റെ ഭാര്യയെക്കുറിച്ചൊരു കാര്യം പറയാനാ. ഓ, അവളെക്കുറിച്ച് പറയാനാണോ നീ ഇപ്പോൾ വിളിച്ചത്? എടാ, ഞങ്ങളൊരു കാര്യം കണ്ടു, അതേക്കുറിച്ചൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി വിളിച്ചതാ. എന്താടാ? അനാമയ്ക്ക് വീട്ടിൽ നിന്ന് പോരുന്ന കാര്യം അനിയോട് പറഞ്ഞിരുന്നോ? ആ, അവൾക്ക് എങ്ങോട്ടാ പോവാനുണ്ടെന്ന് അമ്മയോട് പറഞ്ഞിരുന്നു. എങ്ങോട്ടാന്ന് അനിയോടൊന്നും പറഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല. അവളുടെ ഏതോ കൂട്ടുകാരി കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടാ പോയതെന്നാ തോന്നുന്നത്. എടാ, എന്നാലേ അവൾ വേറൊരുത്തരുമായിട്ട് ശൃംഖരിച്ചുകൊണ്ടിരിപ്പുണ്ട് ഇവിടെ. എന്താ? അതെ,
ഒരു ഹോട്ടലിൽ വേറൊരുത്തനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഇപ്പം വന്നാൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അവളെ നിനക്ക് പൊക്കാൻ പറ്റും. നമ്മൾ സ്ഥിരം കാണുന്ന സ്പോട്ടിൽ തന്നെയുണ്ട്. നിനക്ക് വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് പോര്. നമ്മളായിട്ട് അവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. നന്ദു അവിടെ ഉണ്ടോ? ആ, നന്ദു ഇവിടെ ഉണ്ട്. കൊടുക്കണോടാ? ഏയ്, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ശരി. ഇതും പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എടാ നീ എന്തിനാടാ ആവശ്യമില്ലാതെ ഒന്നും അറിയാതെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ മറ്റൊരാളായിട്ട് ശൃംഗരിച്ചിരിക്കാന്നൊക്കെ. ഇരിക്കട്ടേന്നേ, അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. മാത്രമല്ല അവൾ വീട്ടിലെ പെൺസുഹൃത്തിനെ കാണാനുണ്ടെന്നും പറഞ്ഞാ ഇറങ്ങിയത്. അങ്ങനെ വീട്ടുകാരെ പറ്റിച്ച് പോരേണ്ട ആവശ്യം അവൾക്ക് എന്തിരിക്കുന്നു? അതുകൊണ്ട് ഇതിലെന്തോ ഉടായ്പുണ്ടെന്നുള്ളത് ഉറപ്പാ. എന്നാലൂടാ അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു. പറഞ്ഞതാണോ ഇപ്പൊ കുറ്റം? പിന്നെ ഒരു കാര്യം പറയാലോ, നീ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാ അവനിങ്ങോട്ട് വരാനും പറഞ്ഞത്. അവള് മറ്റൊരാളായിട്ട് സംസാരിച്ചിരിക്കുന്നൊന്നും അവനൊരു വിഷയമില്ല. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡുകളാണ് കേട്ടോ. അതായത് അനി അങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ നല്ല കിടിലൻ ട്വിസ്റ്റുകളാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ട്വിസ്റ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്നും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.